സൗമ്യ വധക്കേസ് കുറ്റവാളി ഗോവിന്ദചാമി പിടിയിലായി. കണ്ണൂർ തളാപ്പിൽ നിന്നാണ് പിടിയിലായത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള തളാപ്പ് ക്ഷേത്രത്തിനടുത്ത് നിന്ന് ഗോവിന്ദചാമിയെ കണ്ടതായി ആളുകൾ പറയുകയും പിന്നീട് പോലീസ് എത്തി പിടിക്കുകയുമായിരുന്നു. ഗോവിന്ദചാമി മതിൽ ചാടി ഓടിയെന്ന് കണ്ട ആളുകൾ പറയുന്നു. തലയിൽ തുണി ചുറ്റിയെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. കറുത്ത പാന്റും വെള്ളയിൽ ലൈനുള്ള ഷർട്ടും ധരിച്ചാണ് പ്രദേശവാസികൾ അയാളെ കണ്ടത്. പുലർച്ചെ 1:15 ഗോവിന്ദചാമി ജയിൽ ചാടുന്നത്. ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് ഗോവിന്ദചാമി പുറത്തേക്ക് കടന്നത്. അതിനുശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. മതിലിന്റെ മുകൾ ഭാഗത്തായി ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട്. ഈ വസ്ത്രങ്ങളൊക്കെ കൂട്ടുകെട്ടി പുറത്തേക്ക് കടക്കുകയായിരുന്നു. ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങിയതും. പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദചാമിയെ കാണാതായെന്ന് മനസ്സിലാകുന്നത്. അതീവ സുരക്ഷാ ജയിലിലുള്ള 10ാം ബ്ലോക്കിൽ നിന്നാണ് കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമി രക്ഷപ്പെട്ടു പോയത്. പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.